ഞാൻ ഒരുപാട് എൻഡോർക്കുകൾ കണ്ടിട്ടുണ്ട് എൻജിൻ നോയ്സ് ആയിട്ട്. ഇതൊരു 3 വാൽവ് എൻജിനാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഐ ഗസ്. അപ്പോൾ ഈ എൻജിൻ കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യുക, കറക്റ്റ് കിലോമീറ്ററിൽ അല്ലെങ്കിൽ കിലോമീറ്റർ ആയില്ലെങ്കിൽ പോലും ടൈം ആകുമ്പോൾ സർവീസ് ചെയ്യുക എന്നുള്ളത് പൊതുവെ ഈ സ്കൂട്ടർ യൂസേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കുന്ന കാര്യമല്ല. അവർ ഈ ഹോണ്ട ആക്ടിവ അല്ലെ ഡിയോ ഒക്കെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എപ്പോഴെങ്കിലും ഒന്ന് സർവീസ് ചെയ്യുക, വണ്ടിക്ക് എന്തെങ്കിലും വലിമെടുപ്പ് കാണുമ്പോൾ അങ്ങ് സർവീസ് ചെയ്യുക. അങ്ങനെ ഒരു പരിപാടി എൻഡോർക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി പാടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്ര നിൽക്കില്ല, എൻജിനിൽ നിന്ന് നല്ല നോയ്സ് വരാൻ തുടങ്ങും. ഞാൻ പേഴ്സണലി ഒരുപാട് എൻഡോർക്കുകൾ കണ്ടിട്ടുണ്ട്, എൻജിൻ സൗണ്ടായിട്ട്, ഭീകര എൻജിൻ സൗണ്ടായിട്ട്. എന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ എൻഡോർക്ക് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യാവുന്നതാണ് നല്ലത്. നമ്മുടെ KTM ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവലുണ്ട്. അതായത് എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും ചെറിയ മിസ് മാച്ചസ് അല്ലെ മിസ് സൗണ്ടൊക്കെ കാണുമ്പോഴേ നമ്മളത് വർക്ക്ഷോപ്പിൽ കാണിച്ച് റെക്ടിഫൈ ചെയ്യുക. അതിൻ്റെ കാരണം നോക്കി കുറച്ച് ഫണ്ട് പൊട്ടും മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. ഈ നമ്മുടെ ഹോണ്ടയുടെ സ്കൂട്ടേഴ്സ് അല്ലെങ്കിൽ സുസുക്കിയുടെ സ്കൂട്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കിടന്ന് ഓടിക്കോളും. ആൾക്കാർ ആ ഒരു പോയിന്റിലാണ് എൻഡോർക്കിനെ ട്രീറ്റ് ചെയ്തത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരുടെ വണ്ടിക്കാണ് ഞാൻ നോക്കിയിട്ട് ഈ പണികൾ കണ്ടിട്ടുള്ളത്. പ്രോപ്പറായിട്ട് സർവീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടറാണ്, അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്, ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സൊക്കെയാണ് ഇപ്പോഴാണ് പുതിയ സ്കൂട്ടേഴ്സിലാണെങ്കിലും വന്നു തുടങ്ങിയത്. പക്ഷേ എൻഡോർക്കിലൊക്കെ ഇത് 2020 ഈ ഒരു ഫുള്ളി ഡിജിറ്റൽ കൺസോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലുക്സ് ആണ് ഒരു പ്രശ്നം. ഇത് ആക്ച്വലി കുറച്ചും കൂടെ സ്പോർട്ടി ലുക്സ് ആണ്, നല്ല ലുക്കായിട്ടുണ്ട്. കുറച്ച് പേർക്കാണെങ്കിലും ഈ യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യുന്ന ലുക്കാണ്. പക്ഷേ നമ്മുടെ ആക്സസ് ആണെങ്കിൽ നൈസ് ഡിസൈൻ തന്നെയാണ്. പിന്നെ ഡിസൈൻ മാറ്റേഴ്സ് എന്നാണല്ലോ, അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും.